വെൽക്കം ടു അവർ ചാനൽ കുക്ക് ഫ്രം കേരള. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിന്ന് പാവയ്ക്ക് വെച്ചിട്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ 2 സ്പൂൺ കടുകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിട്ടൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതുപോലെ പച്ചമുളക് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കൈപ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക, ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പാവയ്ക്ക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അത് നമ്മളിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റത്തോളം ഒന്ന് മൂടി വെക്കുക. ആവി കയറാൻ വേണ്ടി വെക്കുക. കാരണം പാവയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റത്തോളം നിങ്ങളൊന്ന് മൂടി വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് തുറന്ന് വെച്ച് തന്നെ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റത്തോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ, ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നേരം വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് ആ പുളിപ്പും കിട്ടും കേട്ടോ. പുളിപ്പും ആ കയ്പ്പും ഉപ്പും ഒക്കെ ചേരുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ആ വിനാഗിരിയിലേക്കൊന്നും ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.